ഇന്ത്യ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ ഇറാനിലും ഇസ്രായേലിലുമുണ്ട്. അവരെ ഏറ്റവും സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഇറാന്റെയും ഇസ്രായേലിന്റെയും ഭരണകൂടങ്ങളുടെ പിന്തുണ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. ഇറാനിൽ നിന്ന് ഇന്ത്യയുടെ ഒഴിപ്പിക്കൽ അത് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ്. അതിന്റെ ഭാഗമായി 2 വിമാനങ്ങൾ കൂടെ ഇന്ന് ഡൽഹിയിലെത്തും. ഇറാനിലെ മഷാദ് നഗരത്തിൽ നിന്നാണ് വിമാനങ്ങൾ വരുന്നത്. ഇതുവരെ 1117 പേരെ സുരക്ഷിതമായി മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഇന്ത്യക്ക് വേണ്ടി ഇറാൻ അവരുടെ വ്യോമപാത നമ്മുടെ ആളുകളെ അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി തുറന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു നടപടി ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത്. ഇനിയും എത്രത്തോളം ആളുകളെ മടക്കിക്കൊണ്ടുവരാനുണ്ട്? ഓപ്പറേഷൻ സിന്ധു എത്ര ദിവസം കൂടി നീണ്ടു നിൽക്കും? ഇറാനിൽ കുടുങ്ങിയിരിക്കുന്ന എല്ലാ ഇന്ത്യക്കാരെയും മടക്കി കൊണ്ടുവരുന്നത് വരെ, അതായത് 4000 ഇന്ത്യക്കാരാണ് അവിടെ ഇറാനിലുള്ളത്. അതിൽ 1117 പേരെ ഇപ്പോൾ മടക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരെയും മടക്കി കൊണ്ടുവരുന്നവരെയും ഓപ്പറേഷൻ സിന്ധു തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ ഇറാനിലുള്ള ഇന്ത്യൻ എംബസിയും വ്യക്തമാക്കിയിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ, അതായത് ഇന്നും നാളെയും ഈ മഷാദിൽ നിന്ന് 500-ലധികം ഇന്ത്യക്കാർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ആദ്യത്തെ ദൗത്യം. അതിനുശേഷം ഈ മറ്റ് നഗരങ്ങളിൽ നിന്ന് തന്നെ, ഇറാൻ്റെ തന്നെ മറ്റ് തെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് മഷാദിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാരുണ്ട്. അതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരെ കൂടി തിരികെ കൊണ്ടുവരണം. അതിനൊരു പക്ഷേ ഒരാഴ്ചത്തോളം സമയമെടുത്തേക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടലിലാണ് നിലവിൽ എന്തായാലും ഇന്ത്യൻ എംബസിയും അതുപോലെ വിദേശകാര്യ മന്ത്രാലയവും ഉണ്ട്. ഈ 4000 പേരെയും ഇന്ത്യയിൽ മടക്കി എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിക്കുക. പക്ഷേ അപ്പോഴും ഇസ്രായേലിൽ നിന്നും തിരിച്ചു കൊണ്ടുവരേണ്ട ആളുകൾ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ജോർദാൻ വഴി 50-ലധികം ആളുകളെ മുംബൈയിൽ എത്തിച്ചിരുന്നു. പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ കൊണ്ടുവരാനുണ്ടായിരുന്ന വിമാനങ്ങൾ, അതിപ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ഇസ്രായേൽ അവരുടെ വ്യോമപാത അടച്ചു. അതുകൊണ്ട് നിലവിൽ എന്തായാലും ആ ദൗത്യം കുറച്ചുകൂടി വൈകിപ്പിക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. പക്ഷേ ഇസ്രായേലിൽ നിന്നും മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നവരെയും മടക്കി കൊണ്ടുവരുന്നുണ്ട്. ഇറാനിൽ നിന്ന് എല്ലാവരും തന്നെ മടങ്ങി വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അതോ കുറച്ചുപേർ അവിടെ തന്നെ ഇപ്പോൾ പഠിക്കുന്നതും ജോലിയും ഒക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുണ്ടല്ലോ, ജോലിയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പോരാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എന്നറിയില്ല. എങ്കിലും അങ്ങനെ മടങ്ങി വരാൻ സന്നദ്ധത അറിയിക്കാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടോ ഇറാനിൽ, ഇന്ത്യക്കാരെ? വിദേശകാര്യ മന്ത്രാലയം ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് 4000 പേരെയും മടക്കി കൊണ്ടുവരുമെന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ സന്നദ്ധത എന്നുള്ളൊരു കാര്യം ഇതുവരെയും എംബസിയോ വിദേശകാര്യ മന്ത്രാലയമോ വ്യക്തമാക്കിയിട്ടില്ല. ഈ 4000 പേരെയും ഇന്ത്യ മടക്കി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ 4000 പേരെയും മടക്കി കൊണ്ടുവരും എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളതും. വിദ്യാർത്ഥികൾ എല്ലാവരും തിരിച്ചു വരാൻ വേണ്ടി സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട്. ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലാണ് ആകെയുള്ളൊരു ആശയക്കുഴപ്പം നിലവിൽ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും 2 മലയാളികളടക്കം ജോലി ചെയ്യുന്നവർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് കേരള ഹൗസുമായിട്ടും അതുപോലെ നോർക്കയുമായിട്ടും ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. അവരെ കൂടി ലൊക്കേറ്റ് ചെയ്ത് മഷാദിലേക്കോ അതല്ലെങ്കിൽ തുർക്ക്മെനിസ്ഥാനിലേക്കോ അർമേനിയയിലേക്കോ കൊണ്ടുവന്ന് അവിടെ നിന്നും വിമാനമാർഗം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ ഇന്ത്യ കടക്കുന്നത്. ഇന്നലെ ഒരു വിദ്യാർത്ഥി വന്നിരുന്നു, മലയാളി. ബാക്കി 11 വിദ്യാർത്ഥികൾ കൂടിയാണ് മലയാളികൾ. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ധു അത് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേന്ദ്ര സർക്കാർ. നമ്മുടെ ആളുകളെ മടക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.